അതായത് ഞാൻ പറയുമ്പോൾ ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ അതാണ് റോളിനെ പറ്റി പറയുമ്പോൾ ആദ്യം സാറാണ് സംസാരിച്ചത് അമ്മയുടെ. അപ്പൊ അമ്മേൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്, ടൈറ്റിൽ റോൾ കിട്ടുന്നത് ഭയങ്കര ഒരു എന്താ പറയാ ബ്ലെസ്സിങ് ആണ്, അത് അതുപോലെ തന്നെ കാണുക, ബി ഗ്രേറ്റ്ഫുൾ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ സംഭവമായി ഒരിക്കലും അല്ല. സിനിമ പൊട്ടും, സിനിമ ചിലപ്പോൾ വിജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദ ക്യാരക്ടർ യു ഗോട്ട്, പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ. നന്നായിട്ട് ചെയ്യുക. ഒരുപാട് കോമഡി സ്കോപ്പൊക്കെ ഉള്ളൊരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലെസ് ചെയ്തു. ഷീ വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ്, നമുക്കറിയാവുന്നതാണ് നേരത്തെ, ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പൊ അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, തലയണ മന്ത്രം, എന്താ പറയാ, പിന്നെ കളിപ്പാട്ടം, മുന്താണെ മുടിച്ച്, ഇതൊക്കെ ഞാൻ കുഞ്ഞിലേ ഇതൊക്കെ കുറെ പണ്ടത്തെ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയാ, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലമന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അത് എനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ അത് അച്ഛനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ് അനദർ പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയൊരു സിഗ്നേച്ചർ തന്നെയാണ്. നമ്മളിരുന്ന് എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇതിനു മുമ്പ് കഥകൾ കേട്ടിട്ടുണ്ടോ? പല സിനിമകളിലെ കഥകൾ വന്നിട്ടുണ്ടാവാം, ഇല്ലേ? അതെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റെല്ലെ ക്യാച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴിയൊക്കെ കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഇതുപോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കേൾക്കാം. അപ്പം ഞാൻ അങ്ങനെ കുറേ കേട്ടു. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നും പറഞ്ഞ് ഇന്ന റോൾ ചെറുതാണ്, ആ റോള് കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ക്രൂ ആയിക്കോട്ടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വൺ ഓഫ് ദ തിങ്സ് ഇസ് എ ടൈറ്റിൽ ക്യാരക്ടർ. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അതായത് എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കത് ഒരിക്കലും എന്താ പറയുക വേണ്ടാന്ന് എനിക്കതിനെ പറയാനും പറ്റില്ല. അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റോൾ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ട് നോക്കിയപ്പം. അതിനെക്കാട്ടിലും ഉപരി എന്താ പറയുക ബ്യൂട്ടിഫുൾ സ്റ്റോറി. പിന്നെ ക്രൂ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന, അതായത് സേതു സാറിനെയൊക്കെ എനിക്ക് അറിയാം. അപ്പം അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു. വേറെ ഫെറ്റ് ലൈക്ക് മേ ബി ഗോഡ് ഗേവ് ദിസ് ടു മീ, മേ ബി ഇത് ഫസ്റ്റ് മൂവി ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ സോ മെനി തിങ്സ് സ്ട്രൈക്ക് അബൌട്ട് ദിസ് മൂവി. അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ. എന്താ പറയുക, സേതു സാറാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. ആ സമയത്ത് ബിനു സാർ വാസ് നോട്ട് അവൈലബിൾ. ബട്ട് ദെൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹീ ജസ്റ്റ് ഗേവ് മീ ഒരു 1-liner തന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു സർ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം, എനിക്ക് ഉറപ്പാണ് അച്ഛനും അമ്മയ്ക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, നമുക്കിത് ഡെഫിനറ്റ്ലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്.